സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യുന്നു. പി.സി. വിശ്വനാഥാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലാണ് ലഹരിക്ക് അടിമയായവർ അക്രമം നടത്തുന്നതെന്ന് പി.സി. വിശ്വനാഥ് എം.എൽ.എ. പറഞ്ഞു. ലഹരിക്ക് അടിമയായതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യവും ഭീകരവാദ ലക്ഷ്യവും ഉൾപ്പെടെയുണ്ടെന്ന് പി. ബാലചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരിയുടെ ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കയ്യിൽ കൃത്യമായ ഒരു കണക്കില്ല എന്നുള്ളത് ശ്രീ ടി സിദ്ദിഖിന് സർക്കാർ തന്നെ കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടവരിൽ ഇങ്ങനെയുള്ള കൊലപാതക കേസിൽ പെടുന്നവരുടെ വിശദാംശങ്ങളും പഠനങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് സർ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ലഹരി ഉപഭോഗം വർദ്ധിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. 19 മാസത്തിനിടെ 145 സ്ത്രീകളെയും 102 ആൺകുട്ടികളെയും പ്രതിയാക്കി എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ. ഇവിടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വരുന്നു. ആ കണ്ണികൾ നമുക്ക് മുറിക്കാൻ കഴിയണം. മൂക്കുകയറിട്ട് നിർത്തിയാലും ഇത് വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വിദേശത്തെ വിഘടനവാദത്തെയും വികസ്വര രാഷ്ട്രങ്ങളെ തകർക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ കൂടി ഉണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റാവില്ല സർ. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, എന്താണ് സഭയിൽ സംഭവിക്കുന്നത്? ധന്യ, ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗവും അതിന് സർക്കാർ എന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്ന വിഷയം അടിയന്തര പ്രമേയമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഈ പ്രതിപക്ഷത്തു നിന്നുള്ള പി.സി. വിഷ്ണുനാഥാണ് ആവശ്യപ്പെട്ടത്. ഇത് എക്സൈസ് മന്ത്രി എം.പി. രാജേഷ് അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടത്താമെന്ന തീരുമാനമെടുത്തു. ഇതോടുകൂടിയാണ് ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിക്കൂർ ചർച്ചയാവാമെന്ന് സ്പീക്കർ പറഞ്ഞത്. ഇത് ആദ്യം 15 മിനിറ്റ് ഈ വിഷയാവതരണം നടത്തിയത് പി.സി. വിഷ്ണുനാഥാണ്. അദ്ദേഹം ഈ കേരളത്തിൽ ലഹരിക്കടത്ത് കേസുകൾ വർദ്ധിച്ചു വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നു, സ്ത്രീകളെ പോലും കാരിയർമാരായി ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പി. ബാലചന്ദ്രൻ എം.എൽ.എ. സൂചിപ്പിച്ചത് വിദേശത്ത് നിന്ന് പോലും ഇങ്ങോട്ട് ലഹരി മരുന്ന് എത്തുന്നു, പാകിസ്ഥാനിൽ നിന്നടക്കം എത്തുന്നു. ഇത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് ലഹരി കടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ നിരവധി അംഗങ്ങൾ ഈ ലഹരി കടത്തിൽ അതിൽ LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലും ഉപയോഗിക്കുന്നു. പലപ്പോഴും ഈ ലഹരി കടത്തിൽ അകപ്പെടുന്ന മക്കൾ അവർ ലഹരി കടത്തിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് രക്ഷിതാക്കൾ ശ്രമിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു.